വെൽക്കം ടു നാൻ കിച്ചൺ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് ഞാൻ 1 സ്പൂൺ പെപ്പർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നമ്മൾക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായത് വന്നതിന് ശേഷം വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പം ഞാൻ ഈ മുട്ട ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ ഡിഷിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ട ഞാൻ ഓരോരോ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. ഈ മാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അര കപ്പ് കോൺഫ്ലവർ മാവ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ടയൊന്നുമില്ലാതെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ല മാവ് പരുവത്തിലാക്കിയിട്ടെടുക്കാം നമുക്കിത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവം വരുന്ന വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പെനഞ്ഞെടുക്കാം. എഗ്ഗ് പീസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഓരോ പീസായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഞാൻ മുട്ടയെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ആ
പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറിയതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറിയതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഉള്ളി ക്യാപ്സിക്കം ഒക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സോസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് എന്ത് പറയുന്നത്, ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ചില്ലി സോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി കുറച്ച് അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ കോൺഫ്ലവർ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്താ സോസിലൊക്കെ നമുക്ക് എല്ലാ സോസിലും കുറേശ്ശെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഗ്രേവി നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കിത് അടുപ്പിൽ തന്നെ വെക്കാം. ഗ്രേവിയിലുള്ള എരിവ് പുളി എല്ലാം ഈ മുട്ടയിൽ നല്ല ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് സ്പ്രിംഗ് ഓനിയനും കൊത്തുമല്ലി ഇല കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മഞ്ചൂരിയൻ അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തി അതുപോലെ ചോറ് അതിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എഗ്ഗ് മഞ്ചൂരിയൻ്റേത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.